ഏവർക്കും നമസ്കാരം. ആനുവൽ IT പരീക്ഷയുമായി ബന്ധപ്പെട്ട് 8ാം ക്ലാസ്സിലെ ഒരു ചോദ്യം പരിശോധിക്കാം. ദ സ്കോർസ് ഗിവൺ ബൈ 3 judges to the student who participated in a digital painting competition are given in the file digitalpaintings.ots in the folder exam documents _8 in ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് എന്ന ഫോൾഡറിൽ ഡിജിറ്റൽ പെയിൻറ്റിങ്സ്.ots എന്നൊരു ഫയൽ നൽകിയിട്ടുണ്ട്. ആ ഫയൽ തുറന്നതിന് ശേഷം താഴെ പറയുന്ന 3 കാര്യങ്ങൾ ചെയ്യാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഫൈൻഡ് ദ ടോട്ടൽ സ്കോർ ഫോർ ഈച്ച് സ്റ്റുഡൻസ് ഇൻ ദ കോളം ടോട്ടൽ എന്ന കോളത്തിന് താഴെ ഓരോ കുട്ടിയുടെയും ലഭിച്ചിരിക്കുന്ന സ്കോറുകളുടെ ആകെ തുക രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദി ആവറേജ് അടുത്ത കോളത്തിൽ ആവറേജ് എന്ന കോളത്തിൽ അതിൻ്റെ ഒരു ആവറേജ് കണ്ടുപിടിച്ച് അത് രേഖപ്പെടുത്തുക. തുടർന്ന് മെയിൻ ഹെഡിങ് നൽകിയിരിക്കുന്നത് സെൻറ്ററിലാക്കുക. 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് പരിശോധിക്കാം. ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് 8ലെ ഡിജിറ്റൽ painting.ots എന്ന ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുകയാണ്. നമുക്കിവിടെ കാണാം ടോട്ടൽ എന്ന കോളം ഇപ്പോൾ ബ്ലാങ്ക് ആണ്. അപ്പോൾ ഈ 3 ജഡ്ജസിൻ്റെയും വാല്യൂ ആണ് ഇവിടെ ടോട്ടലായിട്ട് വരേണ്ടത്. അപ്പോൾ ഇത് 3 സെല്ലുകളും സെലക്ട് ചെയ്യുന്നു. മൗസ് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. ടോട്ടൽ വരേണ്ട കോളം കൂടെ സെലക്ട് ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന സം എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ ആ ഒരു കുട്ടിയുടെ ടോട്ടൽ വന്നിട്ടുണ്ട്. മറ്റു കുട്ടികളുടെ ടോട്ടലും താഴേക്ക് വരുന്നതിന് വേണ്ടി ഈ സെല്ലിൻ്റെ ഈ ഒരു കറുത്ത കാണുന്ന ഭാഗത്തേക്ക് മൗസ് കൊണ്ടുവരുമ്പോൾ അതൊരു പ്ലസ് ചിഹ്നത്തിലേക്ക് മാറും. ആ ഹാൻഡിലിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് താഴേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സെല്ലുകളിലും ആ ഒരു ടോട്ടൽ ലഭിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് വരേണ്ടത് ആവറേജ് ആണ്. ഈ ഒരു കോളത്തിൽ ലഭിക്കേണ്ടത് ആവറേജ് ലഭിക്കുന്നതിന് വേണ്ടി ഈക്വൽ സൈൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ടോട്ടൽ കോളത്തിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ സെല്ലിൻ്റെ അഡ്രസ്സ് കാണാം F3 എന്നുള്ളതാണ്. അതിനുശേഷം ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കഴ്സർ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. ഇനി ഡിവൈഡ് ചെയ്യുകയാണ് വേണ്ടത്. ഡിവൈഡ് ചെയ്യുന്നതിന് ഒരു ഷിഫ്റ്റിന് അടുത്ത് തന്നെ കാണുന്ന ആ ഒരു സ്ലാഷ്, അതാണ് ഡിവിഷന് വേണ്ടി ഉപയോഗിക്കുന്ന ആ ചിഹ്നമാണ്. ഡിവിഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്ലാഷ് അവിടെ ഇടുന്നു. അതിനുശേഷം നമുക്കൊരു ആവറേജ് എന്ന് പറയുന്നത് ടോട്ടൽ എത്ര ടോട്ടലാണോ, ഇവിടെ 3 ടോട്ടലാണ്. ഇപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആവറേജ് ലഭിക്കുന്നത്. അപ്പോൾ 3 എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ അതിൻ്റെ ആവറേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി താഴേക്ക് മറ്റെല്ലാ കുട്ടികളെയും ആവറേജ് ലഭിക്കുന്നതിന് ടോട്ടലിൽ ചെയ്ത പോലെ തന്നെ ഈ വലതുഭാഗത്ത് കാണുന്ന ഈ ഒരു കറുത്ത പോയിന്റിൽ ഹാൻഡിലായി കഴിയുമ്പോൾ താഴേക്കൊന്ന് ഡ്രാഗ് ചെയ്യുന്നു. ഇപ്പോൾ കാണാം എല്ലാ സെല്ലുകളിലും അതിൻ്റെ ആവറേജ് വന്നിട്ടുണ്ട്. മൂന്നാമതായി പറയുന്നത് ഈ ഡിജിറ്റൽ പെയിൻറ്റിംഗ് സ്കോർ എന്നുള്ളത് സെൻറ്റർ അലൈൻ ചെയ്യുക. അതിനുവേണ്ടി ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ അലൈൻ സെൻറ്റർ എന്ന് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ അത് സെൻറ്റർ അലൈനായി വന്നിട്ടുണ്ട്. ഇനി ഇത് സേവ് ചെയ്യുകയാണ്. സേവ് ചെയ്യുന്നതിന് ഫയൽ സേവ് ആസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഹോമിലെ എക്സാം 8 എന്ന ഫോൾഡർ തുറക്കുന്നു. അതിന് ശേഷം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, ക്ലാസ്സും ഡിവിഷനും നിങ്ങളുടെ റോൾ നമ്പറും കൂടെ നൽകുന്നതാണ്. രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പറും കൂടെ നൽകി സേവ് ചെയ്യുന്നതോടെ ഈ ഒരു പ്രവർത്തനം അവസാനിക്കുന്നു.